Hi friends, welcome to my kitchen space. റെസ്റ്റോറൻറ്റിലെ ഫുഡ് മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ ഉപയോഗിച്ച് എന്നാൽ രുചിയുടെ കാര്യത്തിൽ കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്നത് പോലെയുള്ള സൂപ്പ് തയ്യാറാക്കാം. ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡിന്നർ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. ഈ സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ 8 ചിക്കൻ പീസ് എടുത്തു. ചിക്കൻ എടുക്കുമ്പോൾ എല്ലുള്ള കഷ്ണങ്ങൾ നോക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 4 മുതൽ 5 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് മറ്റ് ചേരുവകൾ നോക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. പക്ഷേ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ആയതുകൊണ്ട് കോൺ നിർബന്ധമായും വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഫ്രോസൺ കോണുമാണ്. ഞാനൊരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് ചേർക്കാനാണ്. പിന്നെ ഒരു മുട്ടയും വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും. മാറ്റി വച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ കോൺ എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിന് പകരം കോൺഫ്ലോർ ഉപയോഗിച്ചാലും മതി. കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം. മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി. മുട്ടയുടെ മഞ്ഞ സൂപ്പിൽ ഉപയോഗിക്കാറില്ല. ഞാൻ ഒരു മുട്ടയാണ് എടുത്തത്. ചിക്കൻ കുക്കായി കഴിഞ്ഞു. ചിക്കൻ പീസസ് അതിൽ നിന്നും എടുത്തു മാറ്റാം. ഈ വെള്ളത്തിൽ വെജിറ്റബിൾസ് ഇട്ട് ഒരു വിസിൽ കേൾക്കും വരെ കുക്ക് ചെയ്യാം. വെജിറ്റബിൾസും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചിക്കൻ എല്ല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന കോണും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാം. പിന്നെ ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ചേർക്കാം. ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള സൂപ്പിലേക്ക് കുറച്ചായി ഒഴിക്കുക. മുട്ടയുടെ വെള്ള ഒഴിക്കുമ്പോൾ നന്നായി സൂപ്പിനെ ഇളക്കുക. ഇനി സൂപ്പിനെ ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ഈ സൂപ്പ് ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണോ അത്ര ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. ഈ റെസിപ്പി ഉറപ്പായും ട്രൈ ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഹാപ്പി കുക്കിംഗ് ഫ്രം മൈ കിച്ചൺ സ്പേസ്. താങ്ക് യു.